ഹലോ, വെൽക്കം ബാക്ക് ടു ബാലവീർ മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലവീറിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചെടുത്തു നിന്നാണ് തുടങ്ങുന്നത്. ദേവതാലോകത്താണെങ്കിൽ മഞ്ജുവിന്റെയും ബാലവീറിന്റെയും ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വേണ്ടി കുട്ടികളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ആഘോഷങ്ങളെല്ലാം തന്നെ വളരെ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റാണി ദേവത അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് എല്ലാവരോടുമായി പറയുന്നത്, കുട്ടികളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താന്ന് വെച്ചാൽ ഭൂമിയിലെ ഏറ്റവും വലിയ പാട്ടുകാരിയായ പ്രീതി സിംഗ് ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പാട്ടുപാടാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം പ്രീതി സിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗായികയായിരുന്നു. ഇതേ സമയത്ത് തന്നെ മനു പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും തന്നെ പ്രീതി സിംഗിൻ്റെ ഒരു പാട്ട് നേരിട്ട് കേൾക്കാൻ വേണ്ടി കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് പ്രീതി സിംഗ് വരികയാണ്. കുട്ടികളെല്ലാവരും തന്നെ ആ ഒരു പാട്ടൊക്കെ കേട്ട് മതിമറന്ന് അവിടെ നൃത്തം ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരിടത്ത് കാണിക്കുകയാണെങ്കിൽ കുട്ടികളുടെ രൂപത്തിലുള്ള ആ ഒരു മഹാവിനാശിനി ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രം അവളുടെ കൈ തട്ടി തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൾ എന്തൊക്കെയോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരതി നടക്കുകയാണ്. ഇതേ സമയത്താണ് അവളുടെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. അങ്ങനെ അവൾ പതുക്കെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴതാ റാണി ദേവത അവളുടെ പുറകിൽ തന്നെ നിൽക്കുന്നു. അവൾ വളരെയധികം പേടിക്കുകയാണ്. അവളെങ്ങാനും റാണി ദേവത എങ്ങാനും എൻ്റെ കാര്യങ്ങളെങ്ങാനും കണ്ടുപിടിച്ചോ എന്നുള്ള പേടിയായിരുന്നു മഹാവിനാശിനിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റാണി ദേവതയാണെങ്കിൽ വിനാശിനിയെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് മഹാവിനാശിനി കരുതുകയാണ്, അതെ, എൻ്റെ എല്ലാ കള്ളത്തരവും ഇവിടെ പൊളിഞ്ഞു, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി നിസ്സഹായയായി അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ദുഷ്ടലോകത്തുള്ള കുട്ടുമാനെയാണ് കാണിക്കുന്നത്. കുട്ടുമാനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സകല മന്ത്രശക്തികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളെയും ഇല്ലാതാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുകയാണ്. അവന് ശരിക്കും അത് ഉപയോഗിക്കാനൊന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്നത് പോലെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് വീണ്ടും ദേവതാലോകത്താണ് കാണിക്കുന്നത്. ദേവതാലോകത്താണെങ്കിൽ മഹാവിനാശിനിയുടെ അടുത്തേക്ക് നമ്മുടെ റാണി ദേവത നടന്നു നീങ്ങുകയാണ്. ഇത് കണ്ട് മഹാവിനാശിനിയാണെങ്കിൽ തനിക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതി അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റാണി ദേവത വന്ന് അവരുടെ മാന്ത്രിക ശക്തി ആ ഒരു കുട്ടിയുടെ മേൽ പ്രയോഗിക്കുകയാണ്. എന്നാൽ അതൊരു കുട്ടിയുടെ മേൽ അല്ലെങ്കിൽ മഹാവിനാശിനിയുടെ മേലായിരുന്നില്ല പ്രയോഗിച്ചത്, അവിടെ താഴെ വീണ് പൊട്ടിയിരുന്ന ആ ഒരു പാത്രത്തിലായിരുന്നു. അങ്ങനെ സ്വീറ്റ്സ് എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു പാത്രം ആ ഒരു കുട്ടിക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. ഇത് കണ്ട് റാണി ദേവത ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മഹാവിനാശിനിയോട് ചോദിക്കുകയാണ്, മോൾ എന്താ ഇത്രയും പേടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ മഹാവിനാശിനി പറയുകയാണ്, ഈ ഒരു പാത്രം പൊട്ടിയത് എൻ്റെ കൈ തട്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേടിച്ചത് എന്ന് പറഞ്ഞ് ആ ഒരു സീൻ അവിടെ നിന്നും ഒഴിവാക്കി മാറ്റുകയാണ്. പിന്നീട് ദേവതമാരുടെ എല്ലാം എടുത്ത് ദേവതാലോകത്ത് ആ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന അവിടെയാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ ദേവതമാരെല്ലാവരും ചേർന്നുകൊണ്ട് വളരെ വലിയൊരു കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു കേക്കാണെങ്കിൽ കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ദേവതമാരെല്ലാവരും കൂടെ പറയുകയാണ്, ബാലവീർ, ഇത് നിനക്കും മഞ്ജുവിനും വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറകിലുണ്ടായിരുന്ന മഹാവിനാശിനിയെ നമുക്ക് കാണിച്ചു തരികയാണ്. മഹാവിനാശിനിയാണെങ്കിൽ എന്തോ ഒരു മന്ത്രം ആ ഒരു കേക്കിൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഹാവിനാശിനി മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, ബാലവീർ, നീ ഒരു കേക്കിൻ്റെ ഒരു പീസ് കഴിച്ചാൽ മതി, പിന്നെ എല്ലാം തന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അങ്ങനെ ബാലവീറും അതുപോലെ തന്നെ മഞ്ജുവും കൂടി തന്നെ ആ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ അവർ ആ ഒരു കേക്ക് കട്ട് ചെയ്യുകയും ബാലവീറിന് വേണ്ടി റാണി ദേവത ആദ്യം തന്നെ ആ ഒരു കേക്കിൻ്റെ ഒരു പീസ് കൊടുക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബാലവീർ പറയുകയാണ്, ദേവതയെ ആദ്യം എനിക്കല്ല, ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കും, അതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ്. ഇത് കേട്ട് റാണി ദേവതയും അവിടെ ഉണ്ടായിരുന്ന കേക്ക് എല്ലാ കുട്ടികൾക്കും വേണ്ടി കൊടുക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ മഹാവിനാശിനി മനസ്സിൽ കരുതുകയാണ്, എൻ്റെ പ്ലാനുകൾ എവിടെയെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ എന്ന്. ഇതേ സമയത്ത് തന്നെ കുട്ടികൾക്കെല്ലാം തന്നെ കേക്കുകളെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന ഒരു പീസാണ് ആ ഒരു കേക്കിൻ്റെ ട്രേയിൽ ബാക്കിയുള്ളത്. അതാണെങ്കിൽ നമ്മുടെ ഡുണ്ടുമാൻ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. മഹാവിനാശിനിയാണെങ്കിൽ ഈ ഒരു കേക്ക് ഇനി ഡുണ്ടുമാൻ എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ തൻ്റെ പ്ലാനെല്ലാം തന്നെ വെള്ളത്തിലാകുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് മനസ്സിൽ കരുതി നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അറിയാതെ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാലവീറിൻ്റെ ഇതുപോലുള്ള എക്സ്പ്ലനേഷന് വേണ്ടി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ബാലവീർ മലയാളം സൈനിങ് ഓഫ്.